നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഭരണി നക്ഷത്ര ജാതരുടെ ജ്യോതിഷ വിശേഷങ്ങളിൽ പെടുന്ന ചില കാര്യങ്ങൾ. ഭരണി നക്ഷത്ര ജാതരുടെ ജ്യോതിഷപരമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഗണം മനുഷ്യഗണമെന്നും യോനി പുരുഷ യോനി എന്നും മൃഗം കൊമ്പനാന എന്നും പക്ഷി പുള്ളെന്നും വൃക്ഷം നെല്ലിമരം എന്നും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഭരണി നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ആചാര്യന്മാർ നിർവചിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ജ്യോതിഷാചാര്യന്മാരെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഇതിലുണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളിൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ ഗണവിശേഷങ്ങളടക്കമുള്ളവ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പറയാനുള്ളത് ഭരണി നക്ഷത്രജാതരുടെ നക്ഷത്ര വൃക്ഷമായിട്ടുള്ള നെല്ലിമരത്തെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ് നെല്ലിമരം ഭരണി നക്ഷത്രജാതരുടെ നക്ഷത്ര വൃക്ഷമായിട്ട് കൽപ്പിച്ചിരിക്കുന്നതെന്നും നെല്ലിമരവും ഭരണി നക്ഷത്രജാതരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്യമുണ്ടോ എന്നും നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ചണ്ഡികാദാസരുടെ ശാക്തേയ സിദ്ധാന്ത പ്രകാരമുള്ള വിലയിരുത്തലുകളെ കൂടെ പരിഗണിച്ചാണ്. അത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭരണി നക്ഷത്രജാതരുടെ ജന്മനക്ഷത്ര വൃക്ഷമായിട്ട് നെല്ലി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നെല്ലിമരം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സ്വഭാവം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. നെല്ലിമരത്തിൻ്റെ നെല്ലിക്കായെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതാണ് ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും. അതാണ് നെല്ലിമരത്തിൻ്റെ കായയുടെ സ്വഭാവം. അതോടൊപ്പം തന്നെ വിവിധ ഔഷധങ്ങൾ നിർമ്മിക്കുവാനും നെല്ലിക്കായ ഉപയോഗിക്കുന്നുണ്ട്. ഉണങ്ങിയ നെല്ലിക്കായ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ പോലെയുള്ള രോഗദുരിതങ്ങളുടെ ശമനത്തിനും നിർമ്മിക്കുന്ന ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഭരണി നക്ഷത്രജാതരുടെ ജന്മവൃക്ഷമായിട്ട് നെല്ലിമരവും നെല്ലിക്കായും ഒക്കെ എങ്ങനെ ബന്ധപ്പെടുന്നു ചോദിക്കാം. ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവവുമായിട്ട് നെല്ലിക്കും നെല്ലിമരത്തിനും വളരെ സ്വാധീനമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രജാതരുടെ സ്വഭാവം നെല്ലിക്ക എന്ന് പറയുന്ന കായ്ഫലത്തിന് തുല്യമായിരിക്കും. കാഴ്ചയിൽ ഇവർ വളരെയേറെ ആകർഷണീയതയുള്ളവരായിരിക്കും. എന്നാൽ ഇവരുമായിട്ട് നമ്മൾ അടുത്തിടപഴകാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാതെ ഇവർ നമ്മളുമായിട്ട് ഇഴുകിച്ചേരുന്ന സ്വഭാവക്കാരല്ല. അങ്ങനെ ഇവർ തുടക്കത്തിൽ നമ്മളോടൊരു ചെറിയ അകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ജാടയുള്ളവരാണ്, തലക്കനമുള്ളവരാണ്, അഹങ്കാരമുള്ളവരാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഇവരുമായിട്ട് അടുക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. ആദ്യം ചവർക്കുന്ന സ്വഭാവം. എന്നാൽ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമ്മൾ വളരെയേറെ സൗഹാർദ്ദത്തിലായി കഴിഞ്ഞാൽ ഇവരെ പോലെ വിശ്വസിക്കാൻ പറ്റിയ, സ്നേഹിക്കാൻ പറ്റിയ മറ്റൊരു കൂട്ടരില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് നെല്ലിക്കയുടെ സ്വഭാവം നമ്മൾ ആദ്യം പറഞ്ഞത്. ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും. ഇവർക്ക് ആത്മാർത്ഥത വളരെ കൂടിപ്പോകുന്ന ആൾക്കാരാണ്. ഏതൊരു ബന്ധത്തിൽ ഇവർ ഏർപ്പെട്ടാലും, അത് പ്രണയബന്ധമാണെങ്കിലും സ്നേഹബന്ധമാണെങ്കിലും മക്കളോട് മാതാപിതാക്കൾക്കുള്ള ബന്ധമാണെങ്കിലും സഹോദരങ്ങളോടുള്ള ബന്ധമാണെങ്കിലും ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ആ ബന്ധങ്ങൾക്കൊക്കെ വളരെ വലിയ വില കൽപ്പിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് ഇവരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ ഇവരെ ഒരിക്കലും ക്ഷമിക്കില്ല. അതുപോലെ തന്നെ ഔഷധ തുല്യമായിട്ടുള്ള ഗുണഗണങ്ങൾ ഇവരിലുണ്ട്. കാരണം ഇവരെ ഏത് കാര്യത്തിനും നമുക്കൊപ്പം ചേർത്ത് നിർത്താൻ പറ്റും. കാരണം ഒരു കാര്യത്തിലും നമ്മൾ വിശ്വസിച്ച് ഇവരെ കൂടെ കൂട്ടിയാൽ ഇവർ പിന്നിൽ നിന്ന് നമ്മളെ ചതിക്കില്ല, പാതി വഴിയിൽ നമ്മളെ ഉപേക്ഷിച്ച് പോവില്ല. ഏത് പ്രതിസന്ധികളും ഏത് വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് വിശ്വാസമർപ്പിച്ചവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഇവരെ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവായിട്ട് ആചാര്യന്മാർ വിലയിരുത്തിയതിൽ ഒരു തെറ്റുമില്ല. മറ്റൊന്ന് പറയുന്നത്, ഇവരെയായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടാൽ, നമുക്കേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ ഒക്കെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പ്രതിഫലേച്ഛയില്ലാതെ ചെയ്തു തരുന്നവരാണ്. അതായത് മറ്റൊരാൾ വിശന്നിരിക്കുന്നു, ഇവരുമായിട്ട് അടുപ്പമുള്ള ഒരാൾ വിശന്നിരിക്കുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വെച്ചിരിക്കുന്ന ഭക്ഷണമാണെങ്കിലും എടുത്ത് കൊടുക്കാൻ ഒരു മടിയില്ല.
മറ്റൊരാളുടെ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ചാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ ആകെയുള്ള ധനം അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള തുക മാത്രമാണെങ്കിൽ പോലും അതാണെങ്കിലും എടുത്ത് കൊടുത്ത് സഹായിക്കുവാൻ യാതൊരു വിധത്തിലുള്ള മടിയുമുള്ളവരല്ല. നെല്ലിമരത്തിന് ഇത്രയേറെ ഔഷധവീര്യങ്ങളുണ്ടെങ്കിലും ഇത്രയേറെ ഗുണങ്ങളുണ്ടെങ്കിലും അവയെ പരിപാലിച്ചു പോരുന്ന മനുഷ്യർ ചുരുക്കമാണ്. ഒന്നും ഒറ്റയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് വളരെ ആഘോഷത്തോടു കൂടെ കൊണ്ടുപോയാലും കുറച്ചു കാലം കഴിയുമ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കെന്ന് പറയുന്ന രീതിയിലാണ്. അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ നേരിടുന്ന പ്രശ്നം. ഇവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നേടിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒരു സുപ്രഭാതത്തിൽ ഇവരെ തള്ളിപ്പറയുന്ന അവസ്ഥ ഇവർക്ക് നേരിടേണ്ടി വരുന്നു. അതായത് കിട്ടാവുന്നത്ര നേട്ടങ്ങൾ ഇവരോടൊപ്പം നിൽക്കുന്നവർ ഇവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കറവ പറ്റിയ പശുവിനെ തള്ളിക്കളയുന്ന ലാഘവത്തോടുകൂടെ ഇവർ അന്നേ വരെ ചെയ്തു കൊടുത്ത യാതൊരുവിധ നന്മകൾ സ്മരിക്കാതെ ഒരു സുപ്രഭാതത്തിൽ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് തള്ളപ്പെടുന്നൊരവസ്ഥയും ഈ നക്ഷത്രജാതർക്ക് അനുഭവത്തിൽ വരാറുണ്ട്. എന്നാൽ നെല്ലിക്ക എന്ന് പറയുന്നത് ഒരു ഔഷധവീര്യമുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ മഹത്വവും ഗുണങ്ങളും ശ്രേയസ്സുമൊക്കെ മനസ്സിലാക്കി ഇവരോടൊപ്പം നിൽക്കുന്ന വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളെ ഇവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളെ ഇവർക്ക് ലഭിച്ചാൽ തന്നെ ആ സുഹൃത്തുക്കളുടേതായിട്ടുള്ള കാര്യത്തിനായിട്ട് പോലും ഇവർ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന സ്വഭാവമുണ്ട്. അവരുടെ സ്വന്തം കാര്യത്തിനല്ല, അവരെ വിശ്വസിച്ച് അവരോടുകൂടെ സ്നേഹം പുലർന്നു നിൽക്കുന്ന, അവരുമായിട്ട് അടുത്തിരിക്കുന്നവരുടെ ഏതെങ്കിലും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയും അതിലെത്രത്തോളം കഠിന ത്യാഗം സഹിക്കേണ്ടി വന്നാലും അവയൊക്കെ സഹിച്ച് ക്ഷമിച്ച് ആ വിഷയം വിജയത്തിലെത്തിക്കുവാൻ വേണ്ടുന്ന പരിശ്രമവും കഠിനാധ്വാനവും ഈ നക്ഷത്രജാതർ ചെയ്യാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഇവർ നന്മ ചെയ്തു കൊടുക്കുന്ന സമയത്ത് മാത്രം ആ നന്മകൾ സ്വീകരിക്കുന്നവർ നന്ദി പ്രകാശിപ്പിക്കുകയും അതിനുശേഷം ഇവരെ വെറും കറിവേപ്പല പോലെ എടുത്ത് ദൂരെ കളയുകയും ചെയ്യുന്നൊരു രീതി ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാറുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും. ഈശ്വരപാദങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടവരുടെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ട് അലട്ടിയാലും പ്രതിസന്ധി അലട്ടിയാലും വെല്ലുവിളികൾ അലട്ടിയാലും ഈശ്വരാധീനം കൊണ്ടും ഈശ്വര സഹായം കൊണ്ടും അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു വരുന്ന ഒരു കൂട്ടരാണ്. ഈ നക്ഷത്രജാതരെ സംബന്ധിച്ച് ഇവർ നേരിടാത്ത വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ടോ, ഇവരനുഭവിക്കാത്ത ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദാരിദ്ര്യവും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ഭരണി നക്ഷത്രജാതരെയെ സംബന്ധിച്ച് അവരുടെ ബാല്യ യൗവന കൗമാരകാലങ്ങൾ അവരെ സംബന്ധിച്ച് വളരെയേറെ വെല്ലുവിളികൾ നീണ്ടതായിരിക്കും. വിവാഹാനന്തരം പോലും ഏറിയ പങ്കും ഭരണി നക്ഷത്രജാതർക്ക് കയ്പുനീരിൻ്റെ തിക്താനുഭവങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവരായിരിക്കും എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ സ്നേഹമെന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് മുമ്പിൽ പെട്ടുപോകുന്നവരാണ്. അത് ഭർത്താവിൽ നിന്നുള്ള സ്നേഹക്കുറവ് കൊണ്ട് മക്കളിൽ നിന്ന് സ്നേഹം നേടിയെടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ മക്കളും ഒരു കാലഘട്ടത്തിൽ ഒരു അവസരത്തിൽ ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടുള്ള അഭിനിവേശം മനസ്സിലാക്കാതെ ഇവരെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും പല ഭരണി നക്ഷത്രജാതരുടെയും ജീവിതത്തിൽ കണ്ടുവരാറുണ്ട്. ചുരുക്കത്തിൽ ഇവരെ സംബന്ധിച്ച് ഒരു പ്രസന്നവദനരും പൊതുകാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായമുള്ളവരും സ്വന്തം കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി സ്വന്തം മക്കളുടെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ ശ്രേയസ്സിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരുമായിരിക്കും. പക്ഷെ പലപ്പോഴും ഇവരുടെ പരാതി ഇവർ ചെയ്യുന്ന കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അതിവരുടെ വെറും വാക്കല്ല, വസ്തുതകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒന്നും അതിനൊക്കെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല വാക്കെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്നതും ഒരു ദയനീയ സാഹചര്യം തന്നെയാണ്. ഇതൊക്കെയാണെങ്കിലും ഒരുപാട് നിരീക്ഷണങ്ങളിലൂടെയാണ് ജീവിതം എന്ന് പറയുന്ന കാലചക്രത്തിലൂടെ ഇവർ ഉരുണ്ടു പോകുന്നതെങ്കിലും
വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഭരണി നക്ഷത്രക്കാരുടെ സഹായം വളരെയേറെ അനുകൂലമായ ഘടകമാണ്. പ്രത്യേകിച്ച് രോഗീ പരിചരണ വിഭാഗത്തിൽ ഇവരുടെ ശ്രദ്ധയും ജാഗ്രതയും വളരെ വലുതാണ്. അതുപോലെ തന്നെ അസുഖങ്ങൾ വന്ന് അടിപെട്ടു പോയവർ, മാനസികമായിട്ട് തളർന്നു പോയവർ, അവരെയൊക്കെ സ്വാന്തനിപ്പിക്കാനും അവരോടൊപ്പമൊക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരിലൊക്കെ ആത്മവിശ്വാസം പകരാനും ഇവരുടെ സംസാര രീതിയും ഇടപെടൽ രീതിയും വളരെയേറെ ഗുണകരമാകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇവരെ നമുക്ക് വിശ്വസിക്കാം, പരിപൂർണമായിട്ട് വിശ്വസിക്കാം. ഈ പറയുന്ന അഭിപ്രായം ചണ്ഡികദാസരുടേതാണെങ്കിലും ഇതിന് അപവാദമായിട്ട് ഏതെങ്കിലുമൊക്കെ ജാതകവശാൽ ദോഷ യോഗങ്ങളുള്ളവർ ഇതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷം ഭരണി നക്ഷത്രയാതിരിക്കും 100% നമുക്ക് വിശ്വസിച്ച് കൂടെ സുഹൃത്തായോ ജീവിത പങ്കാളിയായോ വഴികാട്ടിയായോ നല്ല ഫ്രണ്ട്സായോ ഒക്കെ നമുക്ക് കൂടെ കൂട്ടാം. കാരണം അവർ ചതിക്കില്ല, കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കില്ല, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നടന്നിട്ട് നമ്മുടെ പിന്നിൽ നമ്മുടെ പള്ളക്ക് കത്തികയറ്റുന്ന സ്വഭാവം അവർക്കില്ല. വളരെയേറെ വിശ്വസ്തരും ദയാവായ്പും കാരുണ്യവും സന്മനസ്സുമുള്ള ഭരണി നക്ഷത്രക്കാരുടെ നന്മയും അവരുടെ മനസ്സിൻ്റെ വിശുദ്ധിയും അവരുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയുമൊക്കെ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഭാഗ്യത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. ഇവരോട് ചേർന്ന് നിൽക്കുവാൻ ഇവരെപ്പോലെ ചിന്തിക്കുന്ന സുമനസ്സുകൾക്ക് മാത്രമേ സാധിക്കൂ. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ആകർഷണം കണ്ട് ഇവരുടെ കൂടെ അടുത്തുകൂടിയാൽ അത്തരം ബന്ധങ്ങൾക്കൊന്നും ഒരു വലിയ വില കൽപ്പിക്കില്ല, അത്തരം ബന്ധങ്ങൾക്കൊന്നും വലിയ നിലനിൽപ്പുണ്ടാകത്തില്ല. ഇവരെ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും മനസ്സുകൊണ്ട് ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരിലെ നന്മ കണ്ടെത്തിക്കൊണ്ട് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ആർക്ക് കഴിയുന്നുവോ അവരെ സംബന്ധിച്ച് അവർക്ക് വിശ്വസ്തനായ അല്ലെങ്കിൽ എന്തിനും പോരുന്ന ഒരു ജീവിത പങ്കാളിയെ, ഒരു സ്നേഹിതനെ, ഒരു ഗോഡ് ഫാദറെ കിട്ടി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ ഭരണി നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഓം ചിന്താമണി എന്ന ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിഷയങ്ങളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.